മഹാനഗരമായ പെരിന്തൽമണ്ണയുടെ ഹൃദയഭാഗമായി കോഴിക്കോട് റോഡിലുള്ള അങ്ങാടിപ്പുറം അറിയപ്പെടുന്നു. പെരിന്തൽമണ്ണയിലെ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുള്ളത് അങ്ങാടിപ്പുറത്ത് തന്നെയാണ്. മികച്ച ക്വാളിറ്റിയുള്ള റെസ്റ്റോറൻറ്റുകളും കൂടുതലായി അങ്ങാടിപ്പുറത്താണ് കാണാൻ പറ്റുന്നത്. കാരണം ഇവിടെയാണ് കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത്. പ്രശസ്തമായ പല ക്ഷേത്രങ്ങളും അങ്ങാടിപ്പുറത്താണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പെരിന്തൽമണ്ണ നഗരത്തിൻ്റെ ടൂറിസ്റ്റ് ഏരിയയായി അങ്ങാടിപ്പുറം അറിയപ്പെടുവാൻ തുടങ്ങിയത്. അശ്വതി ഹോട്ടൽ പോലെയുള്ള പോപ്പുലർ റെസ്റ്റോറൻറ്റ്സ് ഇവിടെയുണ്ട്. അതുപോലെ ബാരിസ്റ്റ റെസ്റ്റോറൻറ്റും അങ്ങാടിപ്പുറത്തുണ്ട്. ബാസുരി വെജിറ്റേറിയൻ ഹോട്ടലും കസാമിയ റെസ്റ്റോറൻറ്റും ഇവിടെയുണ്ട്. അതുപോലെ ക്ലബ് ഡൈൻ റെസ്റ്റോറൻറ്റും ക്രിസ്പിങ്സ് ബ്രോസ്റ്റ് റെസ്റ്റോറൻറ്റും ഇവിടെയുണ്ട്. ഖോജ് വിൻറ്റേജ് റെസ്റ്റോറൻറ്റും മസാലി റെസ്റ്റോറൻറ്റും ഇവിടെയുണ്ട്. പേൾ ലഗൂൺ റെസ്റ്റോറൻറ്റും റോയൽ കയാമ ബിരിയാണി റെസ്റ്റോറൻറ്റും ഇവിടെയുണ്ട്. അതുപോലെ അജ്മീർ ബിരിയാണി ആൻഡ് അറേബ്യൻ ഗ്രിൽസ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. അന്നപൂർണ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റും അങ്ങാടിപ്പുറത്തുണ്ട്. ഒരു കാലത്ത് വള്ളുവനാട് രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അങ്ങാടിപ്പുറം. അന്നത്തെ കാലത്ത് ഭാരതപ്പുഴ മുതൽ വടക്ക് പന്തല്ലൂർ മല വരെ വ്യാപിച്ചു കിടന്നിരുന്ന ഒരു വലിയ സാമ്രാജ്യമായിരുന്നു വള്ളുവനാട്. പൊന്നാനിയും അട്ടപ്പാടി മലകളും വള്ളുവനാട് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. കേരളത്തിലെ ചെങ്കല്ലുകളെ അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് എന്നാണ് ശാസ്ത്രകാരന്മാർ വിളിക്കുന്നത്. ജിയോ ഹെറിറ്റേജ് മോണുമെൻ്റായി അന്താരാഷ്ട്ര തലത്തിൽ അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേ അങ്ങാടിപ്പുറത്ത് കൂടി കടന്നു പോകുന്നു. അങ്ങാടിപ്പുറത്തെ റെയിൽവേ സ്റ്റേഷൻ നിലമ്പൂർ ഷൊർണൂർ ബ്രാഞ്ച് ലൈനിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു ദിവസം 7 വണ്ടികൾ ഷൊർണൂരിലേക്കും അതുപോലെ നിലമ്പൂരിലേക്കും കടന്നു പോകുന്നുണ്ട്. പാലക്കാടേക്കും കോട്ടയത്തേക്കും ഇവിടെ നിന്ന് നേരിട്ട് വണ്ടികൾ ലഭിക്കുന്നു. എങ്കിലും നാട്ടുകാർ കൂടുതലായി ബസ്സിലും കാറിലും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ സുഖകരമായി ഇരിക്കുവാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റിയും തീവണ്ടിയിൽ ലഭ്യമാണ്. കൂടുതൽ ആളുകളെ പരിചയപ്പെടുവാനും യാത്രകൾ ഉല്ലാസമാക്കുവാനും തീവണ്ടി പറ്റിയ ഒരു മാധ്യമമാണ്. എന്നാൽ പെരിന്തൽമണ്ണക്കാർക്ക് കാറിൽ യാത്ര ചെയ്യുന്നതാണ് കൂടുതൽ താല്പര്യം. പരിചയമില്ലാത്ത ആളുകളോട് സംസാരിക്കുവാനും സൗഹൃദം സ്ഥാപിക്കുവാനുമുള്ള ധൈര്യം പെരിന്തൽമണ്ണക്കാർക്ക് കുറവാണ്. നാണം കുടുങ്ങികളായ പെരിന്തൽമണ്ണക്കാർ സ്വന്തം കാറിൽ തന്നെ യാത്ര ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുന്നു. അതുകൊണ്ടാണ് റോഡിൽ എപ്പോഴും ഗതാഗതക്കുരുക്ക് ഉണ്ടാവുന്നത്. പെരിന്തൽമണ്ണയിലെ ജനങ്ങൾ റോഡിലെ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി നിരാശരായി യാത്ര പൂർത്തിയാക്കുന്നു. എങ്കിലും തീവണ്ടിയിലെ മനോഹരമായ യാത്ര ആസ്വദിക്കുവാനുള്ള ഭാവനാശക്തി അവർക്കില്ല. തീവണ്ടിയിൽ ടിക്കറ്റ് ചാർജ് 10 രൂപ മാത്രമായതുകൊണ്ട് അത് രണ്ടാം കിട യാത്രയായി പെരിന്തൽമണ്ണക്കാർ കണക്കാക്കുന്നു. എങ്കിലും ഈ നഗരത്തിലെ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും അധ്യാപകരും ചിന്തകരും അതുപോലെയുള്ള താടിക്കാരും തീവണ്ടിയിൽ തന്നെ യാത്ര ചെയ്യണമെന്ന് നിർബന്ധമുള്ളവരാണ്. റെയിൽവേ സ്റ്റേഷനുകളിലെ മനോഹരമായ ചായക്കടകളിൽ നിന്ന് പരിപ്പുവടയും കട്ടൻ ചായയും കഴിക്കുവാനും തീവണ്ടി വരുന്നത് കാത്തിരുന്ന് പ്ലാറ്റ്ഫോമിൽ 5 മിനിറ്റ് ഇരിക്കുവാനും അവർ തയ്യാറാണ്. 12ഓളം ക്ഷേത്രങ്ങളുള്ള ഒരു പട്ടണമാണ് അങ്ങാടിപ്പുറം. തിരുമന്തൻകുന്നു ഭഗവതി ക്ഷേത്രമാണ് ഏറ്റവും പേരെടുത്ത അമ്പലം. പണ്ടുകാലത്ത് വള്ളുവനാട് രാജാക്കന്മാരുടെ പ്രാർത്ഥനാ കേന്ദ്രമായിരുന്നു ഈ ക്ഷേത്രം. കൂടുതൽ ടൂറിസ്റ്റുകളും വരുന്നത് ഈ ക്ഷേത്രം കാണുവാൻ തന്നെയാണ്. അതുപോലെ തളി മഹാദേവ ക്ഷേത്രവും ഇവിടെയുണ്ട്. പുത്തനങ്ങാടിയിലെ ക്ഷേത്രവും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. വളാഞ്ചേരി റോഡിലാണ് പുത്തനങ്ങാടി ക്ഷേത്രം സ്ഥാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ അങ്ങാടിപ്പുറം മലബാറിൻ്റെ ക്ഷേത്രനഗരമായി അറിയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തിരൂർക്കാട് പ്രദേശം ഓട്ടോമൊബൈൽ സിറ്റിയായി മാറിയിട്ടുണ്ട്. ധാരാളം വാഹന ഷോറൂമുകൾ തിരൂർക്കാടിലും പരിസരങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്നു. പ്രശസ്തമായ പല സ്കൂളുകളും അങ്ങാടിപ്പുറത്ത് കാണുവാൻ സാധിക്കും. തരകൻസ് ഹൈസ്കൂൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. അതുപോലെ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളും ഇവിടെയുണ്ട്. വിദ്യാനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഇവിടെ കാണുവാൻ പറ്റും. സിൽവർ മൗണ്ട് ഇൻ്റർനാഷണൽ സ്കൂൾ അറിയപ്പെടുന്ന ഒരു പബ്ലിക് സ്കൂളാണ്.
അതുപോലെ സെൻറ് ജോസഫ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഇവിടെയുണ്ട്. അൻവർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരൂർക്കാടിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഇപ്പോൾ പുതിയ ബിസിനസ്സുകളും പുതിയ കെട്ടിടങ്ങളും ഉയർന്നു വരുന്നത് അങ്ങാടിപ്പുറം ഭാഗത്താണ്. ഭാവിയിലെ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തേക്ക് മാറി സ്ഥാപിക്കുമെന്ന് കരുതപ്പെടുന്നു. അതിന് വേണ്ട രീതിയിൽ റെയിൽവേ സ്റ്റേഷന്റെ വലിപ്പം വർദ്ധിപ്പിക്കുകയും മനോഹരമായ ഒരു കെട്ടിടം ഇവിടെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്.